വചനപ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇസ്രയേൽ ജനത്തിൻ്റെ പെരുന്നാളുകളിൽ ഒന്നായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളുകളെ സംബന്ധിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആദ്യത്തെ ആത്മീയ അനുഭവമാണ് അത്. വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ മറ്റ് പെരുന്നാളുകളുടെ ആത്മീയ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. വീണ്ടെടുക്കപ്പെട്ടവർ വിശുദ്ധ ജീവിതം നയിക്കണമെന്നുള്ളതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ വ്യക്തമാക്കുന്നത്. പെസഹയെ തുടർന്ന് ഒരിടവേളയില്ലാതെ ആബീബ് മാസം 14 മുതൽ 21 വരെയുള്ള 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കണം. പുറപ്പാട് 12:15 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രയേലിൽ നിന്ന് ഛേദിച്ചു കളയണം. പുറപ്പാട് 13:7 നിന്റെ അതിർക്കകത്തെങ്ങും പുളിച്ച മാവ് കാണരുത്. വളരെ കർക്കശമായ നിലയിൽ പുളിച്ച മാവിനെ ദൈവം വിലക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നിലയിൽ പുളിപ്പില്ലാത്ത അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വാസസ്ഥലത്തോ നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ അതിരിനകത്തോ പുളിപ്പ് കാണരുത് എന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുന്നത് പുളിപ്പ് തിന്മയുടെയും ദുഷ്ടതയുടെയും പ്രതീകമായതുകൊണ്ടാണ്. തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പുളിപ്പില്ലായ്മ ആചരിക്കേണ്ടതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മിസ്രയീം അടിമത്തത്തിലായിരിക്കുന്നവർക്ക് വിടുതൽ ലഭിച്ചത് പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാലാണ്. ആ ദിവസം അവർക്ക് മാസങ്ങളുടെ ആരംഭവും 1-ാം ദിവസവുമായി മാറുന്നു. വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പുതുതായി ജനിച്ച ഒരു ദൈവപൈതലിൻ്റെ അനുഭവവും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ പുതിയ സൃഷ്ടിയാണ്. നമ്മുടെ 1-ാം ദിവസം ആരംഭിക്കുകയാണ്. ഇനി പുളിപ്പിന് അഥവാ പാപത്തിന് തമ്മിൽ സ്ഥാനമില്ല. 7 ദിവസവും പുളിപ്പില്ലായ്മയാതിരിക്കണം. 7 ദിവസങ്ങളാണല്ലോ ഒരാഴ്ചയ്ക്കുള്ളത്. അങ്ങനെയെങ്കിൽ 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ പുളിപ്പില്ലായ്മയുടെ അനുഭവം, അതായത് ജീവിതകാലം മുഴുവൻ ഇനി വിശുദ്ധ ജീവിതം നയിക്കണം. ത്യാഗപൂർണമായൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ നാം വേർപാട് പാലിക്കേണ്ടവരാണ്. വിശുദ്ധ ജീവിതം നയിക്കേണ്ടവരാണ്. ലോകത്തോട് അനുരൂപരാകാതെ പാപത്തിൽ നകന്ന് ജീവിക്കണം. ദുരുപദേശങ്ങളോടും തെറ്റിയ സഹോദരങ്ങളോടും അകലം പാലിക്കണം. നാം വെളിച്ചത്തിൻ്റെ മക്കളാകിയാൽ ഇനി അവിശ്വാസികളുമായി ഒരുമിച്ചുള്ള ആരാധനയോ കൂട്ടായ്മയോ പാടില്ല എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് വചനം ശക്തമായി വിലക്കിയിരിക്കുന്നു. ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുകയും അനീതിയും അത്യാഗ്രഹവും ദ്രവ്യാഗ്രഹവും യവനമോഹങ്ങളും വിട്ടകന്ന് വിശുദ്ധ ജീവിതം നയിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പുളിപ്പില്ലായ്മ മഹാസന്തോഷത്തോടെ ആചരിക്കേണ്ടതാണ് എന്ന് 2 ദിനവൃത്താന്തം 30:21 രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യരും പുരോഹിതരും ഉച്ചനാദമുള്ള വാദ്യങ്ങളാൽ യഹോവയ്ക്ക് പാടി ദിനം പ്രതിയും യഹോവയെ സ്തുതിച്ചു. വിശുദ്ധ ജീവിതം സന്തോഷ ജീവിതമാണ്. പാപം തൽക്കാലം സന്തോഷം തരുമെങ്കിലും അത് പിന്നീട് ദുഃഖമാണ്. പാപഭാരവും പേറി ജീവിക്കുന്നവർ അനവധിയാണ്. എന്നാൽ ദൈവജനം കർത്താവിൽ സന്തോഷിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്താനന്ദം എന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. ഇനി സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നാം വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. പ്രിയ ദൈവജനമേ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പ്രത്യാശയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ആ സ്വർഗ കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ദേശം ഇവിടെയല്ല. നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ സേവിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ
നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ സന്തോഷത്തിനായി, വിശുദ്ധ ജീവിതത്തിനായി, പ്രത്യാശയ്ക്കായി നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. നമ്മെ ഈ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീർന്നത് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയരേ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിനായി ഈ കർത്തൃദിവസത്തിൽ നമുക്ക് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ ദൈവത്തിന് മഹത്വം കരയറ്റാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ലഭിച്ച വലിയ വീണ്ടെടുപ്പിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം വിശുദ്ധമായി തീരത്തക്ക നിലയിൽ, പുളിപ്പില്ലാത്ത അനുഭവത്തിലൂടെ വിശുദ്ധമായി ജീവിക്കത്തക്ക നിലയിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ആ സ്വർഗീയ നാടിനെ നോക്കി യാത്ര ചെയ്യുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.